ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. രുചികളിൽ കേമന്മാരായ മത്സ്യങ്ങളിൽ പ്രധാനിയാണ് കരിമീൻ. മടുപ്പ് തോന്നാത്ത ഒരു പ്രത്യേകതരം ഇഷ്ടമാണ് മലയാളികൾക്ക് ഈ മീനോടുള്ളത്. വിശിഷ്ട അവസരങ്ങളിൽ അന്നും ഇന്നും തീൻമേശയിൽ സ്ഥാനം പിടിക്കുന്ന കരിമീൻ പാൽക്കറിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യം മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ചേരുവകളൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ കഷ്ണം കുടംപുളി, പാകത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പാൽക്കറിക്ക് വേണ്ടി 6 ഇടത്തരം കരിമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരച്ച അരപ്പ് കരിമീനിൽ പുരട്ടി 15 മുതൽ 20 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി കറിക്ക് വേണ്ടുന്ന ചേരുവകളൊന്ന് നോക്കാം. 2 പാൽ 1/2 കപ്പ്, നല്ല തിക്ക് 1 പാൽ 1 കപ്പ്, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ തക്കാളി നീളത്തിലരിഞ്ഞത്. മീനിൻ്റെ അരപ്പിൽ അരച്ചു ചേർക്കുന്നതല്ലാതെ കറിയിൽ കുടംപുളി ഞാൻ ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് കുടംപുളി ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, നെടുകെ കീറിയ പച്ചമുളക് 5 എണ്ണം, 1 ചെറിയ സവാള നീളത്തിലരിഞ്ഞത്. ഇനി ഈ പാൽക്കറിക്ക് നല്ല ടേസ്റ്റ് തരുന്നത് ചെറിയുള്ളിയാണ്. ഇവിടെ ഒരു 45 ചെറിയുള്ളി കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കൂടെ 4-5 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം കരിമീനെല്ലാം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് തിരിച്ചു മറിച്ചുമിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി മൺചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയ ശേഷം ചെറുതായി നുറുക്കിയ ഇഞ്ചി ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് നെടുകെ പിളർന്ന പച്ചമുളകും അരിഞ്ഞ സവാളയും ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാളയും ചെറിയുള്ളിയും വാടി ഈ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ചച്ചുവ മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പാലാണ്. 2 പാൽ ഒഴിച്ചതിന് ശേഷം കറി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കരിമീൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ കരിമീൻ ഫ്രൈ ചെയ്തതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കാരണവശാലും ഇത് തവി കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇട്ട് ഇളക്കാൻ ശ്രമിക്കരുത്. മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം മൺചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് കട്ടിയുള്ള 1 പാൽ ചേർത്ത് കൊടുക്കണം. അവസാനമായി 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 2-3 തണ്ട് കറിവേപ്പില നന്നായി ഞെരടിയതും ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടെ മൂടി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കരിമീൻ പാൽക്കറി റെഡിയാണ്. ഇത് അപ്പം, ഇടിയപ്പം, ബ്രെഡ്, പുട്ട് എന്നിവയുടെ കൂടെ സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.